ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് അതെ ഹായ് എല്ലാവരും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതെന്താണോ അതേ ഇവിടെ ഉണ്ടാ ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടിയൊക്കെ റെഡിയാണ്. ട്രാവലർ കൊണ്ടുവന്നിട്ടേക്കണേണ്. അപ്പോൾ അതിൽ അല്ലേ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിയൊക്കെ ഉണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി ട്രിപ്പ് പോകാൻ പോകണമല്ല, എന്നാൽ ട്രിപ്പ് പോലെയാണ് അല്ലേ. മഞ്ഞുമ്മൽ ബോയ്സ് അല്ലേ, ആ പടം ഇറങ്ങിക്കൊണ്ട് എല്ലാവരും കൂടി ഒരു പടം കാണാൻ പോകാൻ പോണേ എടപ്പള്ളിയിൽ മനിതയിൽ അല്ലേ. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ പോകണ വഴിക്ക് വണ്ടിയിൽ എല്ലാവരും ഉണ്ട്, നടക്കാൻ പോണേ. തീർച്ചയായിട്ടും കയറിക്കോ. ഹലോ റോസോ, അതെ ഒരു കാര്യം പറഞ്ഞോട്ടെ, എല്ലാവർക്കും അറിയാലോ ഇത് റിയൽ എന്താണ്. വെറുതെ ഇരിയാളിയാ മിണ്ടല്ലോ, ഇങ്ങോട്ട് നോക്കി ഞാൻ. അപ്പോൾ അതെ ഇത് റിയൽ സ്റ്റോറിയാണെന്ന് അറിയാലോ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ എല്ലാവരും പടം കണ്ടു കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊരു അഭിപ്രായം പറയണം കേട്ടാ എല്ലാവരും. കേട്ടാ റോസോ റെഡി അല്ലേ? എല്ലാവരും നമ്മുടെ ബാക്കി ഉണ്ടായിരുന്ന സീറ്റും കൂടി ഇപ്പൊ തന്നെ ഫില്ലാ പോട്ടത്, ആൾക്കാർ കയറി തുടങ്ങി. സാൻഡി, യെസ് സാൻഡി മോൻ, വാ 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 കമാ. ലയാ ഏയ് പടം കണ്ട് ഈ റിവ്യൂ ആണോട്ടെ എല്ലാരും, മറക്കരുത്. കാര്യമായിട്ട് റെക്കോർഡിംഗ്. സാനോ കമോൺ. നമ്മുടെ കൊച്ചാപ്പൻ, വാ 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 കൊച്ചാപ്പ. കൊച്ചാപ്പൻ മാത്രമല്ല, കൊച്ചാപ്പൻ്റെ രണ്ടാമത്തേണോ ഇത് മൂന്നാമത്തേണോ ഭാര്യ ഇല്ലട്ടാ, അയാൾ മറ്റൊരു ഭാര്യ. അല്ല വെറുതെ പറഞ്ഞാണ്. പിന്നെ പടം കണ്ടിട്ട് എല്ലാവരും പടത്തിനെ കുറിച്ച് അഭിപ്രായം ലാസ്റ്റ് പറയണം കേട്ടോ. നമ്മുടെ ലിജനും വൈഫും വേണ്ടുണ്ട്. പടം കണ്ടിട്ട് അഭിപ്രായം പറയണോന്നു കേട്ടോ. ഒരു 2 ലിറ്റർ കൊക്കക്കോള സ്പോൺസർ ചെയ്തിരിക്കും. എവിടെടാ കാണിച്ചേ? അതാണ്. ഹലോ റോസ്, ഹലോ. അപ്പോൾ അതെ ഇന്ന് പടം കാണാൻ അമ്മയും വന്നിട്ടുണ്ട്. ഇത് അജുവിൻ്റെ അമ്മയുണ്ട്, പിന്നെ മിനി ആൻറ്റിനെ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയായിരുന്നു. ആൻറ്റി എത്ര നാളായി തിയേറ്ററിൽ കയറിയിട്ട്? എന്നാലും 2 കൊല്ലത്തിന്റെ. അമ്മ എത്ര നാളായി തിയേറ്ററിൽ കയറിയിട്ട്? അല്ല എൻ്റെ ഓർമ്മയിലില്ല, അതാണ്. അപ്പൊ എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു നല്ല റോള് ഒരു പടത്തിൽ ചെയ്തിട്ട് അത് കാണിക്കണമെന്നായിരുന്നു. പക്ഷെ അത് മഞ്ഞുമ്മൽ ബോയ്സും ഉണ്ടായി അല്ലേ. അപ്പൊ ഇനി നമ്മൾ പടം കണ്ടിട്ട് വരാം. അതെ അതെ അതെ. ആയോ ഏത് പടം കാണാമോ? ഞങ്ങളും അതിൻ്റെ അകത്തുണ്ട് കാണാം. മഞ്ഞുമ്മൽ ബോയ്സ് കണ്ടു കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. ഓക്കെ എടാ, ഓക്കെ. നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ ഉണ്ട്. ഇവർ ഇപ്പൊക്കെ കാണാൻ ഞങ്ങളുടെ പ്രേമലുമാണ്. മഞ്ഞുമ്മൽ ബോയ്സ് കണ്ടല്ലേ, എങ്ങനെയുണ്ടായി പടം? എന്താണ് അഭിപ്രായം? അപ്പം എന്തായാലും നമ്മളുടെ കണ്ടു കഴിഞ്ഞിട്ട് പറയാം. കണ്ടായിരുന്നു മഞ്ഞുമ്മൽ ബോയ്സ്? കണ്ടില്ല, കാണിക്കണ്ടേ കൊണ്ടുപോയി. ഓക്കെ. പടം ഇപ്പോഴും ഹൗസ്ഫുള്ളാണ്ടതേ. പടം കഴിഞ്ഞ് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫാമിലീസൊക്കെ നിന്ന് ആ വണ്ടി അവിടെ കിടക്കണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അടുത്ത ആൾക്കാരും വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവർ മാറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി, അതിന് വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആയിരുന്നു. ഇതേണ്ട നമ്മുടെ ടീം എല്ലാം കൂടി നിന്നിട്ടൊരു ഫോട്ടോ എടുക്കാമെന്ന് പറയാൻ നിന്നാണ്. ഇനി നമുക്കൊന്നേ പടം കണ്ടിട്ട് എന്താണ് അനുഭവം എന്ന് ചോദിക്കാം. ഓടിക്കല്ലേ അളിയനും ഓടി. പോട്ടെ പോട്ടെ. കൊച്ചാപ്പ എങ്ങനെയുണ്ടായി പടം? നല്ല പടമാണ്, സൂപ്പറായിരുന്നു. പറയാൻ താല്പര്യമുള്ളവരൊന്നും ആയിട്ടാ. എന്തായാലും ഒരു അവാർഡ് ഉറപ്പാണ് ഈ പടത്തിന്. ഒരു ആർട്ട് ഡയറക്ടറിന് ഒരു അവാർഡ് ഉറപ്പാണ്. കിടക്കം പടം ഫ്രണ്ട്സുമായിട്ട് എൻജോയ്മെന്റ് ചെയ്ത ഏറ്റവും ബെസ്റ്റ് അടിപൊളി. പ്രേതത്തിന്റെ പടം കണ്ടേ പേടിച്ചിട്ടുള്ളൂ. ഇതിപ്പോ നല്ലൊരു പടം കണ്ട് പേടിച്ചു. നല്ലൊരു പടം കണ്ട് പേടിച്ചെന്ന്. നീയും പേടിച്ചു? നീയാ? നല്ല സിനിമ. എല്ലാരും വന്ന് കാണണമെന്നല്ലേ? എടാ എങ്ങനെയുണ്ടായി? സെറ്റ് പടമായിരുന്നു. ഞാൻ 2 പേരോട് ചോദിക്കാൻ പറഞ്ഞത് ഒരു ഫോട്ടോയിൽ നിന്നില്ലായിരുന്നു. മെയിൻ ആയിട്ട് എടുത്ത് ചോദിക്കേണ്ട 2 പേരുണ്ട്.
നീ പറഞ്ഞതാണ് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? അമ്മേനോട് അത് ചോദിക്കട്ടെ, എങ്ങനെയുണ്ടായിരുന്നു? നല്ലതാണ്, ഇഷ്ടപ്പെട്ട ശരിക്കും നടന്ന സംഭവം കാണാനുണ്ട്, കാണാനുണ്ട്, കുറെ പേടിക്കാനുണ്ട്. പേടിച്ചപ്പാ എന്നെ വിളിക്കരുത് രാത്രി, ഞാനല്ലോ ഉണക്കതിലേക്ക് അങ്ങനെയൊന്നുമില്ല. അല്ലേ? അതിന്റെ അത് കാണിച്ചേക്കണം അമ്മയെന്നും പറഞ്ഞ് വിളിക്കണം, അമ്മ മോനെ വിളിക്കരുത്. അത്ര എങ്ങനെയുണ്ടായി? നല്ലായിരുന്നു, നല്ല പടം. കണ്ടിരിക്കാനും ഉണ്ട്, പക്ഷെ പേടിക്കാനും ഉണ്ട്. നടന്ന സംഭവം അല്ലേ? അല്ല, ഞാൻ അവരുടെ വീഡിയോ എടുത്തപ്പോ ഞാൻ പറഞ്ഞിരുന്നു അവര് കണ്ടത് ഇതിലും വലുതായിരിക്കും, പുറത്തറിയിക്കാനും പറ്റില്ല, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പോയ ആളും ഇറങ്ങിയ ആളുണ്ട്. പക്ഷെ നമുക്ക് ഇങ്ങനെ കാണുമ്പോ തന്നെ ഭയങ്കര ഒരു മനസ്സിന് വല്ലാത്തൊരു വിഷമമാണ് കാണുമ്പോ. അപ്പൊ ഓക്കെ, അപ്പൊ അടുത്ത അവൻ പറഞ്ഞ കാരണം ഞാൻ ആ ആളെയും കാണാൻ പറ്റി എനിക്ക്. ആളാ ആ 1 കോടിയിൽ വന്ന ആളെ. അപ്പൊ അല്ല, എന്റെ ഫ്രണ്ടാണ് ഇറങ്ങിയെടുത്ത. ഞാൻ ഇനിയും നമ്മളടുത്ത വീഡിയോ കണ്ടിട്ടില്ല അമ്മ, അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ഒന്നും കൂടി ഇപ്പോൾ 2ാമത്തെ തവണ ഞാൻ മഞ്ഞുമൽ ബോയ്സ് കാണുന്നത്. എന്തായാലും ഞാൻ ഹാപ്പിയാണ്. പിന്നെ എന്താണെന്ന് പറയാം, ഞാൻ പറഞ്ഞില്ല അമ്മയുണ്ടായിരുന്നു, കൂട്ടുകാരുടെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ റിവ്യൂ ഇട്ടതാണ്. അപ്പം ഇനി അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാനില്ല. എന്തായാലും കാണാത്തവർ ഇനി ഉണ്ടെങ്കിലും പോയി കാണുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. പുറകിൽ നമ്മുടെ ആ വണ്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അവിടെ നിന്നാണ് എടുത്തത്. അപ്പോൾ ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങണേണ്. എന്തായാലും ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടി ഇങ്ങനെ തിയേറ്ററിൽ വന്ന സിനിമയൊന്നും ഇതുവരെയും കണ്ടിട്ടില്ല കേട്ടോ. കണ്ടിട്ടുണ്ട്, വല്ല കൂടി വന്നൊരു 4 പേരൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് എല്ലാവരും ആയിട്ടില്ല. എന്നാലും ഞാൻ പറഞ്ഞു എല്ലാവരും കൂടി അവരുടെ ഫാമിലി എല്ലാവരും കൂടി ഒന്ന് കാണാൻ സാധിച്ചു. എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. ബൈ.